ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കേക്കാണ് തയ്യാറാക്കുന്നത്. ഇതിന് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. അതൊരു 2-3 പ്രാവശ്യം നമുക്ക് നല്ലവണ്ണം അരിച്ചെടുക്കണം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മഞ്ഞയും വെള്ളയും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളേൻ്റെ അകത്ത് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തത്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ വെള്ളേൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. ഇപ്പം വെള്ളം അടിച്ചായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കാഷ്യൂ ഒരു 3 സ്പൂൺ പഞ്ചസാരേൻ്റെ അകത്ത് ഇട്ടിട്ട് ഉരുക്കിയിട്ട് എടുത്ത് വെച്ചതാണിത്. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. കേക്കിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാനാണ്. ഇത് ഒരു പാക്കറ്റ് 10 റുപ്യേൻ്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് വെച്ചതാണ് പാലിൻ്റെ അകത്ത്. ഇത് കേക്ക് ഡിപ്പ് ചെയ്യാനാണ്. ഇത് 1 സ്പൂൺ കോഫി പൗഡർ, പാലും 50 ഗ്രാം ബട്ടറും ഇട്ട് വെച്ചതാണ്. ഇത് നമുക്ക് മുട്ടേൻ്റെ മഞ്ഞേൻ്റെ അകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്കിത് മിക്സ് ആക്കിയെടുക്കാം. ഇനി മുട്ടേൻ്റെ വെള്ളം നമുക്ക് കുറേശ്ശെയായി ഇതിലിട്ട് നമുക്ക് മിക്സ് ആക്കാം. നമുക്കിത് നമ്മളെ ബേക്കിങ്ങിൻ്റെ ട്രേൻ്റെ അകത്ത് തുറന്നിട്ട് നമുക്കിത് 170-ൽ ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് വെക്കാം. 3 ലെയറായി കട്ട് ചെയ്താൽ ബൂസ്റ്റിൻ്റെ മിക്സ് നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്രീമും വെച്ച് കാഷ്യൂ പൊടിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത് ഓരോ ലെയറും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓരോ ലെയറും ആക്കിയിട്ട് ക്രീം വെച്ച് നമുക്കിത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുങ്ങനെ ഒരു ഡെക്കറേഷൻ കൊടുക്കാം. ഞാൻ 3 റോസ് ആക്കി വെച്ചിന് അതേ ഇതിൻ്റെ മേലെ എടുത്ത് വെക്കണം. ഇതിങ്ങനെ ആക്കി വെച്ചിട്ട്
ഈ 3 റോസും ഇനി ഇതിൻ്റെ മേലെ എടുത്ത് വെക്കാം.